ആദിലയും അനീഷും ഒരു കിടിലം അടി നടന്നിരിക്കുകയായിരുന്നു ലൈവിൽ. രണ്ടുപേരും വാശിക്ക് ഒട്ടും കുറവില്ലാത്തവരാണെന്ന് നമ്മൾ ലൈവിലൂടെയും എപ്പിസോഡിലൂടെയും കണ്ടുകഴിഞ്ഞ ഒരു കാര്യം തന്നെയാണ്. ഈയിടെ അനീഷ് എന്തു പറഞ്ഞു കഴിഞ്ഞാലും ആദില തറുതല മാത്രമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇടയ്ക്ക് അത് കണ്ടിരിക്കുവാൻ ഫണ്ണാണെങ്കിലും ഇപ്പോൾ അത് ഒരുപാട് ഓവറായതുപോലെ തോന്നുന്നുണ്ട്. വെസൽ ടീം ക്യാപ്റ്റനായ അനീഷിന്റെ ഒരു വാക്കിനും വില കൊടുക്കാതെ നിൽക്കുന്ന ഒരേ ഒരു വ്യക്തി ആദില മാത്രമാണ്. ക്യാപ്റ്റൻ എന്ന നിലയിൽ അനീഷ് എന്തെങ്കിലും ജോലി പോയി ചെയ്യാൻ പറഞ്ഞാൽ ആദില അത് ഒട്ടും ചെയ്യാറില്ല. അനീഷ് പറയുന്നതിന്റെ ഓപ്പോസിറ്റ് മാത്രമാണ് ആദില പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരുപാട് തവണ അനീഷ് അത് സഹിച്ചും ക്ഷമിച്ചും നിന്നിട്ടുണ്ട്. ഇന്നിതാ കാലത്ത് തൊട്ട് എല്ലാവരും ഭക്ഷണം കഴിച്ച പാത്രങ്ങളെല്ലാം അവിടെ വെസലിൽ കിടക്കുന്നത് കണ്ടിട്ട് അനീഷ് ആദിലയോട് ഒന്ന് പോയി കഴുകുവാൻ പറഞ്ഞു. നീ അത് കഴുകിയിട്ടില്ലെങ്കിൽ എല്ലാവരും എന്നെയാണ് ചോദ്യം ചെയ്യുക. ഇപ്പോൾ അത് ഈച്ചയും മറ്റുമെല്ലാം വന്ന് ആകെ വൃത്തിഹീനമായി കിടക്കുകയാണ്. ജിഷിന്റെ പാർട്ട് ചെയ്തു കഴിഞ്ഞു, ഇനി നീയാണ് ചെയ്യേണ്ടത്. ആദില, നീ പോയി അത് ചെയ്യ്, എന്നിട്ട് വേണം അവിടെ ബാക്കിയുള്ളവർക്ക് ജോലികൾ ചെയ്യാൻ. അനീഷ് പറഞ്ഞാൽ ആദില കേൾക്കുമെന്ന് തോന്നുന്നുണ്ടോ? അനീഷ് പറയുന്നതിനനുസരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ആദില. ഇയാൾക്ക് എന്തിന്റെ ചൊറിച്ചിലുണ്ടായിട്ടാണ് എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ചൊറിയുന്നത്? വല്ല കൃമികടിയുമാണോ? അത് ഞാൻ വന്ന് ചൊറിഞ്ഞു തരാനൊന്നും പോകുന്നില്ല. ബിഗ് ബോസിനോട് അതിനുള്ള വല്ല മരുന്നും വാങ്ങിച്ച് താൻ അവിടെ പോയിരുന്ന് ചൊറി എന്നുള്ള രീതിയിലെല്ലാമായിരുന്നു ആദില സംസാരിച്ചു കൊണ്ടിരുന്നത്. നൂറ് പലതവണ ആദിലയെ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടും ആദില അങ്ങ് കത്തിക്കയറുകയായിരുന്നു. അനീഷ് പറഞ്ഞു, ആദിലയ്ക്ക് നല്ല മടിയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്ന ജോലികളൊന്നും നീ ചെയ്യാത്തത്. നീ എപ്പോഴും ഈ കട്ടിലിൽ വന്ന് ഒരേ കിടപ്പാണ്, ഒന്ന് പോയി സമയത്ത് ജോലി ചെയ്യൂ എന്ന് അനീഷ് പറഞ്ഞു. ആദില പറഞ്ഞു, താൻ പറഞ്ഞ പാടെ വന്ന് ജോലികളെല്ലാം ചെയ്യാൻ താൻ എന്താ എന്റെ കെട്ടിയവനാണോ അതോ ഞാൻ എന്റെ കെട്ടിയവളാണോ എന്നുള്ള രീതിയിലെല്ലാമായിരുന്നു ആദില റിപ്ലൈ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാലും ഒരുപാട് നേരം സഹിച്ചും ക്ഷമിച്ചും അനീഷ് അവിടെ നിന്ന് താഴ്മയിൽ തന്നെ സംസാരിച്ചു. ആദില, വന്ന് പാത്രം കഴുകു, നീ കഴുകിയിട്ട് വേണം അവർക്ക് അതിൽ ഫുഡെല്ലാം ഉണ്ടാക്കുവാൻ. നീ ഒന്ന് പറയുന്നത് ഒന്ന് കേൾക്ക്. എന്താണ് ആദില നീ മാത്രം ഇങ്ങനെ എന്നെല്ലാം പറയുമ്പോഴും ആദില വളരെ ഹാർഷായിട്ടാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. ആദില ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു, ഞാൻ എന്റെ സൗകര്യത്തിന് വന്ന് പാത്രം കഴുകിക്കോളാം, തന്റെ സൗകര്യത്തിന് വന്ന് എനിക്ക് പാത്രം കഴുകുവാൻ കഴിയില്ല. തന്നോട് ഞാൻ ജോലി ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, ഞാൻ പോയി ചെയ്തോളാം, താൻ തന്റെ പാട്ടിന് പോയിക്കോ എന്ന് പറഞ്ഞിട്ടും അനീഷ് അവിടെ നിന്ന് മാറാതെ ആദില ഒന്ന് പോയി പാത്രം കഴുകൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കേട്ടിട്ട് ആദിലയ്ക്ക് വീണ്ടും ഇറിറ്റേറ്റ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം അനീഷ് പറഞ്ഞു, നീ പാത്രം കഴുകുന്നില്ലെങ്കിൽ ഞാൻ പോയി പാത്രം കഴുകിക്കോളാം എന്ന് പറഞ്ഞ് അനീഷ് പോവുകയായിരുന്നു. അതോടുകൂടി ആദില കട്ടിലിൽ നിന്ന് എണീറ്റു. ഞാൻ എന്റെ ജോലികൾ ചെയ്തോളാം, താൻ ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ടും അനീഷ് അത് കേൾക്കാതെ അടുക്കളയിലേക്ക് നീങ്ങിയപ്പോൾ അനീഷിന്റെ കട്ടിലിലിരിക്കുന്ന ബെഡ്ഷീറ്റും പില്ലോയും എല്ലാം എടുത്ത് ആദില വലിച്ചെറിഞ്ഞു. അനീഷ് ആ സമയം പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അനീഷിന്റെ കയ്യിൽ നിന്ന് പാത്രങ്ങളെല്ലാം പിടിച്ചു വാങ്ങി വളരെ ദേഷ്യത്തോടു കൂടിയായിരുന്നു അനീഷിനോട് പെരുമാറിയിരുന്നത്. അനീഷിനോട് ചോദിച്ചു, താൻ ആരാ എന്റെ ഡ്യൂട്ടി ചെയ്യാനെന്ന് പറഞ്ഞുകൊണ്ട് വളരെ ദേഷ്യത്തിൽ അവിടെയുണ്ടായിരുന്ന പാത്രത്തിലെ വെള്ളം എടുത്ത് കളയുമ്പോൾ അനീഷിന്റെ മേലേക്കായിരുന്നു അതെല്ലാം തെറിച്ചത്. പിന്നെ കൈ കഴുകിക്കൊണ്ട് അനീഷിന്റെ മേലേക്ക് മനഃപൂർവ്വം വെള്ളം തെറിപ്പിക്കുകയും ചെയ്തു. എന്നാൽ അനീഷ് ഒരു അക്ഷരം പോലും മിണ്ടാതെ അവിടെ സ്തംഭിച്ചു നിൽക്കുകയായിരുന്നു. ആദിലയാണെങ്കിൽ ഓരോ കാര്യങ്ങൾ പിറുപിറുത്തുകൊണ്ട് പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. പാത്രം വളരെ ശക്തിയായി വെസലിലോട്ടേക്ക് ഇടുകയും കഴുകുന്നതും കണ്ട് മറ്റുള്ള ഹൗസ്മേറ്റ്സ് പറഞ്ഞു, നീ ഇത് കേടാക്കണ്ട എന്ന്. അങ്ങനെ വല്ലതും സംഭവിക്കുകയാണെങ്കിൽ ബിഗ് ബോസ് എന്നിൽ നിന്ന് അത് പിടിച്ചോട്ടെ എന്ന് പറഞ്ഞു. ആദിലയുടെ ഈ പ്രവൃത്തി കണ്ട് ഷാനവാസ് വന്ന് പറഞ്ഞു, ആദില നീ ചെയ്തത് വളരെ മോശമായിട്ടുണ്ട്. എന്തിനാണ് നീ അനീഷിന്റെ പില്ലോയും ബ്ലാങ്കറ്റും എല്ലാം ഹോളിൽ കൊണ്ടുവന്ന് ഇട്ടത്? അങ്ങനെയൊന്നും ചെയ്യുന്നത് നല്ല പ്രവൃത്തിയല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആദിലയ്ക്ക് വീണ്ടും ട്രിഗറായി. കൂട്ടുകാരനെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്ത് നിന്നോ? കൂട്ടുകാരൻ ചെയ്യുന്ന പ്രവൃത്തിയൊന്നും ഇവിടെ കാണുന്നില്ലേ? ഞാൻ ഇവിടെ എന്റെ ഡ്യൂട്ടി ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടില്ല, പിന്നെ അയാൾക്ക് മാത്രം എന്തിനാ ഇത്രയ്ക്കും കടി എന്നാണ് ആദില ഷാനവാസിനോട് പറഞ്ഞത്. ഷാനവാസ് അനീഷിനോടും പറഞ്ഞു, അവൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടും പിന്നെയും നീ എന്തിനാ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്തിനാണ് ഒരാളെ ഇങ്ങനെ വെറുപ്പിക്കുന്നത് എന്നാണ് ഷാനവാസ് അനീഷിനോട് പറഞ്ഞത്. അപ്പോഴും അനീഷ് ഒന്നും മിണ്ടാതെ കയ്യും കെട്ടി നിൽക്കുകയായിരുന്നു. എന്നാൽ ഹൗസ്മേറ്റ്സ് എല്ലാവരും അനീഷിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടായിരുന്നു അവിടെ സംസാരിച്ചു കൊണ്ടിരുന്നത്. നീ ഇങ്ങനെ ശല്യം ചെയ്ത് ജോലി ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞങ്ങളായാലും ചെയ്യില്ല എന്നാണ് മറ്റുള്ളവരും പറഞ്ഞിരിക്കുന്നത്. നൂറ വന്ന് ആദിലയോട് പറഞ്ഞു, നീയും അനീഷും ചെയ്യുന്നത് വളരെ തെറ്റാണ്, ഒരുപാട് ഓവറായി പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ ഇതൊന്നും ആദില വകവെക്കുന്നില്ല. ആദില പറഞ്ഞു, ഇവിടെയുള്ളവരുടെ വായിൽ നിന്ന് കേട്ടുകൊണ്ട് മിണ്ടാതിരിക്കുവാനൊന്നും എന്നെ കിട്ടില്ല. എന്നോട് പറഞ്ഞതിന് രണ്ടെണ്ണമെങ്കിലും കൂട്ടിയേ ഞാനും തിരിച്ചു പറയുകയുള്ളൂ. ഇയാൾ ഏത് കോത്തായത്തിൽ നിന്ന് വന്ന ആളാണ്? മര്യാദ കൊടുത്താലേ മര്യാദ കിട്ടൂ എന്നുള്ളതൊന്നും ഇയാൾക്ക് അറിയില്ലേ? ഇയാൾ അനീഷ് തറയിലല്ല, വെറും തറയാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ആദില അവിടെ ആകെ ബഹളം വെക്കുകയായിരുന്നു. പിന്നെ എല്ലാവരും ആ അനീഷിനെ നേരെ തിരിഞ്ഞു. നീ എന്തിനാണ് ഇങ്ങനെ ഒരാളെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്നത്? അവരുടെ ഡ്യൂട്ടികളെല്ലാം വന്ന് ചെയ്യില്ലേ? നീ എന്തിനാണ് ഇങ്ങനെ ശല്യം ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കൂടുതൽ BB അപ്ഡേറ്റ്സ് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.